ഇവിടെ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഒരു ചിത്രം, ഇത് മർക്കസ് സക്കാഫത്തി സുന്നിയ എന്ന പേരിൽ ഉള്ള ഒരു സ്കൂളാണ്. ഇവർക്കൊരു ഒരു ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയുണ്ട്. ഈ സ്കൂളിലാണ് എൻ്റെ മാതാപിതാക്കളൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എൻ്റെ പല സുഹൃത്തുക്കളും പഠിച്ചിട്ടുള്ള സ്കൂളാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത്. ഇതിലെ ഈ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് അതൊരു പൊതുവിദ്യാലയം പോലെ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. മുസ്ലിം മാനേജ്മെൻറ്റ് കീഴിലുള്ള പൊതുവിദ്യാലയം. ഇവിടെ ഇപ്പോൾ ഇന്ന് നമ്മൾ പരാമർശിച്ച ഗണപതി ഹോമം നടത്തിയ ഈ സ്കൂൾ എന്ന് പറയുന്നതും ഒരു LP സ്കൂള്, അതും ഒരു ഹിന്ദു മാനേജ്മെൻറ്റ് കീഴിലുള്ള ഒരു പൊതുവിദ്യാലയമാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, നമ്മളുടെ അക്രമം നടത്താൻ വേണ്ടി മുന്നോട്ട് വന്ന ഈ CPM-ൻ്റെ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഒരു പൊതുവിദ്യാലയത്തിലാണോ നിങ്ങളിത് ചെയ്യുന്നത് എന്ന ചോദ്യം. എനിക്ക് ആ CPM-കാരനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ചോദ്യം നിങ്ങൾക്ക് മർക്കസിൽ പോയിട്ട് ചോദിക്കാനുള്ള നട്ടലുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. കാരണം അവിടെ ആ കോമ്പൗണ്ടിൽ തന്നെ പള്ളി നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ ആ പൊതുവിദ്യാലയത്തിലെ മുസ്ലിം കുട്ടികൾ അവർ തലയിൽ തൊപ്പി വെച്ചിട്ടാണ് നടക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണെന്നാണ് എൻ്റെ വിചാരം. കാരണം പണ്ട് അങ്ങനെയായിരുന്നു. ഈ അടുത്തൊന്നും ഞാനത് അങ്ങോട്ട് പോയിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അവിടുത്തെ ടീച്ചേഴ്സ് പോലും ക്ലാസ്സിൽ തൊപ്പി വെച്ചിട്ടാണ് പോകേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നത്. എന്തായാലും എൻ്റെ വാപ്പ അവിടെ ചെയ്തിരുന്ന സമയത്ത് വാപ്പ അവിടെ ചോദിച്ചു, നിങ്ങൾക്കില്ലാത്ത നട്ടൽ എൻ്റെ വാപ്പാക്കുണ്ടായിരുന്നു. വാപ്പ ചോദിച്ചു, ഇത് പൊതുവിദ്യാലയമാണ്, ഞാനിവിടെ ജോലി ചെയ്യുന്നത് KSR റൂൾസിൻ്റെ ഭാഗമായിട്ട് KER ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അത്തരത്തിലൊരു യൂണിഫോം അതിൻ്റെ ആവശ്യകത ഇതിലെവിടെയും പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ വെള്ളയും ഇട്ട് തലയിൽ തൊപ്പിയും വെച്ച് സ്കൂളിൽ വന്ന് പഠിപ്പിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് എൻ്റെ വേഷമുണ്ട്, മാന്യമായ വേഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പി വെക്കാതെയാണ് വാപ്പ പോയിരുന്നത്. വാപ്പ വെള്ളയും ഇടുന്നതിന് പകരം നല്ല കോഡ്രോയ് പാൻസും ടീഷർട്ടും ഇട്ടിട്ടാണ് സ്കൂളിൽ പോയി പഠിപ്പിച്ചിരുന്നത്. അത് ആദ്യകാലങ്ങളിൽ AP ഉസ്താദും അവരുടെ ശിങ്കിടികളും വലിയ പ്രശ്നമുണ്ടാക്കി, വലിയ ചോദ്യം ചെയ്യലായിരുന്നു. എന്താണ് ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഒരു റൂളില്ലേ, എന്തുകൊണ്ട് മാഷ് അത് സമ്മതിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വലിയ കുഴപ്പമുണ്ടാക്കി. പോയി പണി നോക്കാൻ പറഞ്ഞു എൻ്റെ വാപ്പ. അതാണ് ഉണ്ടായത്. കാരണം എന്താണ്, ഇത് പൊതുവിദ്യാലയമാണ് എന്ന് തന്നെയാണ് എൻ്റെ വാപ്പ അവിടെ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ആ നട്ടലിൻ്റെ ഒരു പകുതിയെങ്കിലും ഇന്ന് ഇവിടുത്തെ CPM-കാർക്കുണ്ടോ? ഇവിടെ പോയിട്ട് അത്തരത്തിൽ ചോദിച്ചുകൊണ്ട് മതവേഷം അണിയിച്ചുകൊണ്ട് ഈ കുട്ടികളെ ഈ പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നത് അവസാനിപ്പിക്കാൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.